ഗുഡ് മോർണിംഗ്. അപ്പോൾ രാജസ്ഥാനിലെ ബൂണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ബൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഞങ്ങൾ റൂം എടുത്തു. അപ്പോൾ രാവിലെ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ അത്. രാജസ്ഥാനിലെ ബൂണ്ടി പറഞ്ഞ സ്ഥലമാണ്. അടിപൊളിയാണ്. ഹൈവേൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു റൂമുള്ളത്. നല്ലൊരു അക്കോമഡേഷൻ, വലിയ കുഴപ്പമൊന്നുമില്ല. 1100 രൂപയാണ് ഈ റൂമിൻ്റെ റേറ്റ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളൊരു 12 മണിക്കാണ് ചെക്കൗട്ട്. 12 മണിക്ക് ഞങ്ങൾ ഇറങ്ങും. പിന്നെ നേരെ മഹാരാഷ്ട്ര വഴി. യെസ്, ഓക്കെ. അപ്പം മഹാരാഷ്ട്ര വഴി നേരെ കർണാടക, മൂകാംബിക, അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതാട്ടോ ഞങ്ങളുടെ ഹോട്ടല്, ബൂണ്ടി സഫാരി റെസ്റ്റോറൻറ്റ് ഹോട്ടൽ. ഇതിൻ്റെ മെനു ആണത്. രാവിലെ അല്ല, സൂപ്പ്, സ്റ്റാർട്ടേഴ്സ്, നൂഡില്, സിസിലേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വെജിറ്റേറിയൻ ആണ് കൂടുതൽ. റേറ്റ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. എല്ലാം റെഡി ആയില്ലേ? ഒന്നും കൂടെ ചെക്ക് ചെയ്തോളൂ. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തു. നമ്മൾ ഇറങ്ങാണ്. ഹേയ് വിക്രസ്, കമോൺ. ഇവിടെ താൻ എന്ത് കാണിക്കണേ? എന്ത് കാണിക്കണേ താൻ? എന്തൊരു കാണിക്കണേ? വരുന്നില്ലേ? എന്നാ വായോ, കമോ. അപ്പം ബൈ. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാം കേട്ടോ. അതാണ് അവരുടെ റിസപ്ഷൻ. താഴെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാനൊന്നും സമയമില്ല. പുറത്തുനിന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് എത്തിയിട്ട് പോകണം. ഇതാണ് റിസപ്ഷൻ. 1600 രൂപയുടെ നല്ല അച്ഛ അക്കോമഡേഷനാണ് ബൂണ്ടി. अच्छा है, सब कुछ। खाना भी बहुत अच्छा है, अगर आप यहाँ खाते हैं तो टेस्ट बहुत अच्छा है। खाना इधर का स्पेशल क्या है? स्पेशल पनीर अंगारा है हमारा। पनीर अंगारा द बूंदी सफारी का। कितना टाइम लगेगा? उसमें खींच के हम आपको 15 से 20 मिनट मानिए, टेबल पे खाना आ जाएगा आपको। अभी टाइम हो गया हमको मंगलोर। 10-15 मिनट में रेडी करवा दूंगा, थोड़ा फास्ट करवा दूंगा। दे दो, मैं फुड കഴിച്ചിട്ട് പോവാം. വേറെ സ്പെഷ്യൽ പനീർ ക്യാ ഹൈ സ്പെഷ്യൽ? പനീർ അങ്കാര പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാം. സോ ഈ കാണുന്നതാണ് നമ്മുടെ ബുണ്ടി സഫാരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു അക്കോമഡേഷനാണ്. നമ്മുടെ രാജസ്ഥാനിലെ ബുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഹൈവേൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ കം റെസ്റ്റോറൻറ്റ് ഉള്ളത്. ചെറിയൊരു ഹോട്ടലാണെങ്കിലും നല്ല തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്ക് പെട്രോൾ പമ്പ് പോയാൽ ഇവിടെ നമ്മുടെ പിള്ളേരുടെ ചായക്കട ഉണ്ട്. ഉമ്മാരൊക്കെ അടിപൊളിയായിരുന്നു. കമ്പനി നല്ല മുട്ടൻ കമ്പനിയായിരുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഒരേ പട്ടാപ്പെടുന്നു ഭക്ഷണം കഴിച്ചിട്ട്. എന്തായാലും സൂപ്പറായിട്ടുണ്ട് എല്ലാം. അങ്ങനെ ഓരോ സാധനങ്ങൾ. നമ്മുടെ ചായ എത്തിയിട്ടുണ്ട് കേട്ടോ. ചായ നമ്മുടെ മൺചട്ടിയുടെ അതിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ പനീർ സ്പെഷ്യൽ പനീറിൻ്റെ ഇതാട്ടോ ഇവിടുത്തെ പനീറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം നല്ല അടിപൊളി തവ റൊട്ടി ഉണ്ട്. നല്ല സോഫ്റ്റ് റൊട്ടി ആട്ടോ. ഇതെന്തോ ഒരു സംഭവമൊക്കെ ഒരു കത്തിച്ച്, കൽക്കരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു ചാർക്കോളിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. സംഭവം നൈസായിട്ട് പ്രസൻറ്റേഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലഹോരി എന്നാണ് ഈ ഒരു ഡിഷിൻ്റെ പേര് കേട്ടോ. പനീർ ലഹോരി. ഇനി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഉണ്ടോ? അടിപൊളിയായില്ലേ സംഭവം? ഓയിൽ ഇതിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ரொம்ப നൈസായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതെന്തോ ഒരു പൊരിച്ചിട്ട് പനീർ വെച്ചിരിക്കുകയാണ്. ഒരു റെഡ് കളറുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇതിൽ. ഹെവി കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ഡിഷ് ഇത്ര അടിപൊളിയായിട്ട് കഴിച്ചിട്ടില്ല. പനീറിൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായി സാധനം. പനീർ ലഹോരി. കിട്ടു
കിട്ടുവാണ്. കാഷ്യൂ ഉണ്ടോ? കാഷ്യൂ, മുന്തിരി, കാഷ്യൂ ഭയങ്കര റിച്ചാണ്. घनश्याम सौरैया. हाँ ओके सौरैया, थैंक यू. अच्छा हॉस्पिटैलिटी आपको फिर मिलेगा. बाय बाय. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോവാണ്. നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ലഹോരി പനീറൊക്കെ സെറ്റായിരുന്നു കേട്ടോ, വിഷയമായിരുന്നു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബൈ. ബുണ്ടി സഫാരി ഹോട്ടൽ. രാജസ്ഥാനിലെ പെട്രോൾ പമ്പിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി കേട്ടോ. ഇനി വണ്ടി ഫുൾ അടിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് 3 ഘട്ടം എന്താ ഇവിടെ പെട്രോളിന് എന്താ വില ചോദിച്ചോക്കാം അല്ലേ? രാജസ്ഥാനിലെ ഇവിടെ പെട്രോളിൻ്റെ വില 105 കേട്ടോ രാജസ്ഥാനിൽ. അങ്ങനെ ഞങ്ങൾ ഒരു 1800 അടിക്കാൻ വിചാരിച്ചു. നമ്മുടെ ബായി പെട്രോൾ ഫുൾ അടിക്കുക. നല്ലൊരു പെട്രോൾ പമ്പ് നമ്മുടെ തൊട്ടടുത്ത് ആ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു ഞങ്ങൾ നിന്നുണ്ടായിരുന്നത്. നൈസ്. നമ്മളങ്ങനെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ രാജസ്ഥാനിൽ കൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിൽ എന്താ പറയുക, ബൂണ്ടി പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ ഞങ്ങൾ ഒരു 1800 അടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പെട്രോളിന് വില കുറവാണ്. അപ്പോൾ ഈ ഒരു ജില്ല ഇത് കടക്കണ വരെ നമുക്ക് അത്ര അടിച്ചാൽ മതി എന്ന് വിചാരിച്ചു. ഈ പട്ടാളക്കാരെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ജമ്മു പോലെ തന്നെ ഒന്ന് പിടിച്ചടിച്ചു. പട്ടാളക്കാരെ വണ്ടി നോക്കി ആ സൈഡിൽ നിന്ന് എടുക്കുക ചെയ്യുന്നത്. ലോറികളൊക്കെ ഇനിയുണ്ടോ? നമ്മുടെ രാജസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. എന്തോ വണ്ടിയല്ലേ ഇവിടെ. പിന്നെ നമ്മുടെ ഈ നാട്ടിലത്തെ പോലെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇവിടെ വിഷയമല്ല. ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബൈക്ക് നമ്മുടെ കാണപ്പെടുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹീറോയുടെ വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കോട്ട കേട്ടോ. കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി ചെല്ലേണ്ടത്. അവിടെ നിന്ന് തന്നെ ഡൈവേർട്ട് ചെയ്തിട്ട് വേണം മഹാരാഷ്ട്രയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ഹൈവേ ആണ്. റോഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വേറെ ലെവലാണ്. സാരി എന്തൊക്കെയാലും ശരി, റോഡ് റേഞ്ച് റോഡാണ്. നല്ല സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല എന്താ പറയുക, മുൾച്ചെടികളും കാര്യങ്ങളൊക്കെയാണ് തൊട്ടപ്പുറത്തൊക്കെ ഉള്ളത്. മുൾച്ചെടികളൊക്കെ ഉണ്ടോ? മലകളും മുൾച്ചെടികളും. വരൾച്ച ബാധിത പോണോക്കി അമ്മാമ്മയൊക്കെ ഇരുന്ന് പോണോക്കി. രാജസ്ഥാനിലെ ഒരു ടണലാണിത്. ഒരു നല്ല രസമുള്ള ഒരു ടണൽ കേട്ടോ. ഇവിടെ ടണൽ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ വിചാരിച്ചു. അടിപൊളിയായിട്ടുണ്ട്. ടണലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവാട്ടോ. ഈ ടണല് എന്താണ്? ലോകേഷ് ഒരു ടണലാണ്. സോ ഇതാണ് ടണലിൻ്റെ മറ്റേ അറ്റം കേട്ടോ. എന്തായാലും അവിടെ ഒരു ആംബുലൻസ് ഒക്കെ കിടക്കണ്ടല്ലോ വണ്ടി. ഇത് നേരെ കോട്ട പിടിച്ച് പോവാണ് ഇനി.